ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണികൾക്ക് വരാവുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഗർഭകാലത്തിൽ വരുന്ന ആദ്യത്തെ 3 മാസം വരുന്ന ഛർദിലുകളെ പറ്റി പറഞ്ഞു, വന്ന് ഡ്രിപ്പ് എടുക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. ഇനി ഭയക്കാനായിട്ട് എന്ത് സംഭവിക്കാം ഈ 3 മാസങ്ങളിൽ? തീർച്ചയായിട്ടും 3 മാസങ്ങളിൽ അബോർഷനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പറയുന്നത് 100 സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ അതിൽ 15 പേരുടെ 10 തുടങ്ങി 15 പേരുടെ ഗർഭം അലസിപ്പോകാം. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമ്മൾ എങ്ങനെ അറിയും നമ്മളുടെ ഗർഭം അലസിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ അലസിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? നമ്മളെങ്ങനെ അറിയും നമ്മളുടെ കുഞ്ഞു വളരുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒരു ചോദ്യം വരാം. ഇപ്പോൾ ഒരു ഗർഭിണിയായതിനു ശേഷം ചെറുതായിട്ട് ഛർദിൽ ഓർക്കാനം ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് അതുപോലെ തന്നെ 6 ആഴ്ചയാവുമ്പോഴാണ് ഈ ഛർദിലൊക്കെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരു 3.5 മാസം വരെ, അതായത് 14 ആഴ്ച വരെ തുടർന്നു പോകും. ഏറ്റവും കൂടുതൽ ഛർദിൽ നമ്മൾ കാണുന്നത് 2.5 മാസം 3 മാസം സമയത്താണ്. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ കുറഞ്ഞ് 4 മാസം ആകുമ്പോഴത്തേക്കും ആ ഛർദിൽ പൂർണ്ണമായും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ തലേ ദിവസം വരെ നല്ലപോലെ ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ഒരാൾ, അല്ലെങ്കിൽ നല്ലപോലെ ഓർക്കാനമുണ്ടായിരുന്നു, നല്ലപോലെ ക്ഷീണമുണ്ടായിരുന്നു, ആഹാരം വെറുപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു ദിവസം ഇത് പതുക്കെ കുറഞ്ഞു വരുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓർക്കാനമേ ഇല്ല, ഛർദിലേ ഇല്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണണം. കാര്യം ആ ഗർഭാവസ്ഥയിൽ ഹോർമോണിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്നു എന്നാണ് കാണുന്നത്. കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നാലേ ഹോർമോണിൻ്റെ അളവ് നിലനിൽക്കൂ. കുഞ്ഞിൻ്റെ വളർച്ച നിലച്ചു കഴിഞ്ഞാൽ ആ ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോൾ അവർക്ക് ഈ ഉണ്ടായിരുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ കുറയുകയും ചെയ്യും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു മാർഗം. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഓർക്കണം, ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ, അതായത് ഛർദിലേ ഇല്ല, ആഹാരം വെറുപ്പില്ല, ഓർക്കാനമില്ല, അങ്ങനല്ലാത്ത പെൺകുട്ടികളുമുണ്ട്. അതും നോർമൽ പ്രഗ്നൻസി തന്നെയാണ്. ഞാൻ പറഞ്ഞത് തലേ ദിവസം വരെ ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് 3 മാസം ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഛർദിൽ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് അകത്ത് വളർച്ച നിലച്ചു പോയോ എന്നൊരു സംശയം വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഒന്ന് പോയി കാണണം. പിന്നെ നമ്മൾ എങ്ങനെ അറിയും അബോർഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്? ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു 3 മാസത്തിൽ അങ്ങനെ വയറുവേദനയും നടുവേദനയും ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ ചില സ്ത്രീകൾക്ക് ഈ ഗർഭാശയം വലുതാകുന്നതിനനുസരിച്ച് ഗർഭാശയത്തിൻ്റെ മുൻവശത്തുനിന്ന് മൂത്രം ഒഴിക്കുന്ന അവിടേക്ക് പോകുന്ന ഒരു കയറ് പോലത്തെ ഒരു സാധനം, ഒരു സ്ട്രക്ചറുണ്ട്. അതിൻ്റെ പേരാണ് റൗണ്ട് ലിഗമെൻറ്റ്. ഈ ഗർഭം അങ്ങോട്ട് വളരുന്നതിനനുസരിച്ച് ഈ റൗണ്ട് ലിഗമെൻറ്റിൽ ഒരു ചെറിയ സ്ട്രെയിൻ വന്നു തുടങ്ങും. അപ്പോൾ ചിലർക്ക് അതുകൊണ്ട് ഒരു ചെറിയ വയറുവേദനയൊക്കെ അനുഭവപ്പെടാം. പക്ഷേ നിരന്തരമായിട്ട് നമുക്ക് സാധാരണ ഇല്ലാത്തതുപോലെ ഒരു മാസക്കുളി വരുന്ന പോലത്തെ വയറുവേദന നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ നടുവേദനയും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഗർഭത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക തന്നെ വേണം. ചിലർക്ക് ട്യൂബൽ പ്രഗ്നൻസി ആദ്യമേ അറിയുന്നത് നല്ല ശക്തമായ നടുവേദനയും വയറുവേദനയും വരുമ്പോഴാണ്. നടുവേദനയേക്കാൾ കൂടുതൽ അവർക്ക് തുടക്കം വയറുവേദനയിലായിരിക്കാം. ആ വയറുവേദന അത് വന്നു പോന്നു അങ്ങനെയല്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വയറുവേദന ഉണ്ടെങ്കിലും, വയറുവേദന തീവ്രമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഡോക്ടറെ കാണണം. അത് ചിലപ്പോൾ ഒരു സാധാരണ അബോർഷനാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസിക്ക് പൊട്ടാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിരിക്കാം. പിന്നെ ആദ്യത്തെ 3 മാസത്തിൽ തീർച്ചയായിട്ടും രക്തസ്രാവം വരാൻ പാടില്ല. അങ്ങനെ രക്തസ്രാവം വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് ഗർഭം അലസിപ്പോകുന്നതിൻ്റെ മുന്നോടിയായിരിക്കാം. ഇതിൻ്റെ നമുക്ക് വയറുവേദനയുടെയും നടുവേദനയുടെയും കൂട്ടത്തിൽ ബ്ലീഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഈ ഗർഭം അലസിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.